ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്ത് സുമർ 59 മുതൽ 62 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്തത്. ഈ ആയത്തുകളിൽ നാം അറിയേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. ബല ബല എന്ന പദം ബല എന്ന് തടിപ്പിച്ച് പറയരുത്. ബല ഖദ്, ഖാഫിന് തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. ഖദ്, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. ബല ഖദ് ജാഅത്ക ജാഅത്ക. ഈ പദത്തിലെ അലിഫ് മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ബല ഖദ് ജാഅത്ക. തഇൻ്റെ ഹംസ് നഷ്ടപ്പെടാതെ ഉച്ചരിക്കുക. ജാഅത് ജാഅത് എന്ന തഇൻ്റെ ഉച്ചാരണം. ഖദ് ജാഅത്ക ആയാതി ആയാതി ഫകദ്ദബ്ത ബിഹാ. ദാൽ വ്യക്തമാക്കി അതിൻ്റെ ശരിയായ വിധത്തിൽ ഉച്ചരിക്കണം. ഫകദ്ദബ്ത ബിഹാ. ബഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. വസ്തക്ബർത. കാഫ് മഹ്മൂസായ ഹംസ് നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വസ്തക്ബർത. കാഫും സീനും ഒക്കെ തന്നെ മഹ്മൂസ അക്ഷരങ്ങളാണ്. ശ്രദ്ധിക്കുക. റാഇന് തഫ്ഖീം കൊടുക്കുക. വസ്തക്ബർത വകുൻത മിനൽ കാഫിരീൻ. വകുൻത സാക്കിനത നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ഹഖീഖി. മിനൽ കാഫിരീൻ എല്ലാം തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. വയൗമൽ ഖിയാമതി വയൗമൽ ഖിയാമതി തറാ. ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. തറല്ലദീന. റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. തറല്ലദീന കദബൂ കദബൂ. കാഫ് മഹ്മൂസായ അക്ഷരമാണ്. കദബൂ അലല്ലാഹി. അല്ലാഹ് എന്ന ലഫ്ളുൽ ജലാല ഇതിലെ ലാമിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും തടിപ്പിച്ചോദണം. ഉച്ചാരണത്തിൽ അലിഫ് ഉണ്ടല്ലോ, അലല്ലാ ലാ എന്ന അലിഫ്. അലല്ലാഹി വുജൂഹുഹും വുജൂഹുഹും. അല്ലേ, വാവ് 2 ചുണ്ടുകളാണ് അതിൻ്റെ മഖ്റജ്. പിന്നീടുള്ള എല്ലാ അക്ഷരങ്ങൾക്കും ദമ്മാണ്. അപ്പം അതുകൊണ്ട് അപ്പോഴൊക്കെയും ചുണ്ടുകൾ വൃത്താകൃതിയിലായി ഓതേണ്ടതാണ്. വുജൂഹുഹും. ഈ സക്കിന മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. വുജൂഹുഹും മുസ്വദ്ദ മുസ്വദ്ദ. സീന് പിന്നീട് വാവ് പിന്നെ ദാല് എല്ലാം വ്യത്യസ്തങ്ങളായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ്. അകലമുള്ളതായ വ്യക്തമായി ഓരോ ഹർഫും അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. അലൈസ ഫീ ജഹന്നമ. നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. മസ്വൽ ലിൽ മുതകബ്ബിരീൻ. മസ് മസ് എന്ന് പറയുമ്പോൾ മേലെ മുൻപല്ലിൻ്റെ അറ്റവും നാവിൻ്റെ അറ്റത്തിന് മുകൾ ഭാഗവുമാണ് സഇൻ്റെ മഖ്റജ്. മസ് വ എന്ന് ചുണ്ടുകളിൽ നിന്ന് തന്നെ വാ ഉച്ചരിക്കുക.
തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. മത്വല്ലിൽ മുതകബ്ബിരീൻ. വയുനജ്ജില്ലാഹുല്ലദീന. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്, ശ്രദ്ധിച്ചോതുക. വയുനജ്ജില്ലാഹുല്ലദീന തഖൗ. ഖാഫിന് മാത്രം തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് പറയും. ബിമഫാസതിഹിം. ബിമഫാസതിഹിം. സുക്കൂൻ നൽകപ്പെട്ട മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലാ യമസ്സുഹുമുസ്സൂ. സീൻ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. സഫീർ ഉള്ള അക്ഷരമാണ് സീൻ. ലാ യമസ്സുഹുമുസ്സൂ വലാ അസ്സൂ. ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘാക്ഷരമായ വാവിന് ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. വലഹും യഹ്സനൂൻ. സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. യഹ്സനൂൻ. ഹ വ്യക്തമാക്കി ഉച്ചരിക്കണം. സ വ്യക്തമായി അതിൻ്റെ സഫീർ നൽകി ഉച്ചരിക്കുക. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. അല്ലാഹു ഇസ്മുൽ ജലാല, അതിലെ ലാം, ലാമിൻ്റെ ദീർഘാക്ഷരമായ അലീഫ്. വീണ്ടും ഖാലിഖു, ഖാ, അതിൻ്റെ അലിഫ്. ഇതൊക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്, തടിപ്പിച്ചോദനം. ഖാലിഖു എന്ന് പറയുമ്പോൾ ഖാഫിലും തഫ്ഖീമുണ്ട്. കുല്ലി, ഖാലിഖു കുല്ലി. ഖാഫ് ശേഷം കാഫ്. അടുത്ത മഖ്റജുകളാണ് ഖാഫും കാഫും. അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേ അറ്റം എന്നാണ്. എന്നാൽ രണ്ടും രണ്ടക്ഷരങ്ങളാണ്, വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ള രണ്ടക്ഷരങ്ങൾ. തഫ്ഖീം ഒന്ന്, മറ്റേതിന് തർക്കീഖ്. അപ്പോൾ ആ വ്യത്യാസം വ്യക്തമായിക്കൊണ്ടാവണം ഓതേണ്ടത്. ഖാലിഖു കുല്ലി ഷൈ. അവിടെ ദീർഘം നൽകി വഖഫ് ചെയ്യൽ അനുവദനീയമാണ്. 6 ഹറക്കത്തിൻ്റെ അളവ് വരെ ഇഷ്ബാഅ് ചെയ്യാവുന്നതാണ്. 6 ഹറക്കത്തിൻ്റെ അളവ് വരെ ഷൈ വഖഫായതുകൊണ്ട്. എന്നാൽ 2 ഹറക്കത്തിൽ ഒതുക്കുകയും ആവാം. ചേർത്ത് ഒതുകയാണെങ്കിൽ മാത്രം ഷൈഇൻ വഹുവ ഇദ്ഗാം ബിഗുന്നഹ നാഖിസ് നൽകി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിക്കണം. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അവിടെയും തൻവീനിനെ വാവിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഇദ്ഗാം ബിഗുന്നഹ നാഖിസ് على كل شيء وكيل. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. بلى قد جاءتك آياتي فكذبت بها واستكبرت وكنت من الكافرين. ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة أليس في جهنم مثوى للمتكبرين. وينجي الله الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون.
الله خالق كل شيء وهو على كل شيء وكيل.